നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ നമ്മുടെ ബോബി ചെമ്മണ്ണൂരുണ്ടല്ലോ, കോച്ച്, അദ്ദേഹം ഒരു നിർധന കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം നൽകിയതായിട്ട് ഞാനൊരു വാർത്ത കണ്ടു. അദ്ദേഹം പോകുമ്പോൾ വഴിയരികത്ത് വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ലോട്ടറി വിൽപ്പന നടത്തുന്നു. അപ്പോൾ ആ കുട്ടിയോടൊരു സഹതാപം തോന്നിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അമ്മ ഇങ്ങനെ സുഖമില്ലാണ്ട് ഓപ്പറേഷൻ കാത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ആ കുട്ടി പറയുന്നു. അപ്പോൾ ബോച്ചെ ആ കുട്ടിയെ കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് വളരെ ദയനീയ അവസ്ഥയിൽ ഒരമ്മ ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ വയറ്റിൽ മുഴയാണ്. വയറ്റിൽ മുഴ എന്ന് പറയുമ്പോൾ ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം. ആ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ അവിടെ എത്തുകയും 5 ലക്ഷം രൂപ, സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ആ കുടുംബത്തിന്, ആ മോന് അത്രയും വലിയൊരു സഹായമാണ് അദ്ദേഹം ചെയ്തത്. 5 ലക്ഷം രൂപ. ആ സഹായം ആ ലേഡിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി. കഴിഞ്ഞ മാർച്ചിൽ, ഇതിപ്പോൾ ഏപ്രിൽ, കഴിഞ്ഞ മാർച്ചിൽ എനിക്കും ഇതുപോലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 വർഷം തികയാണ്. അപ്പോൾ ഈ 10 വർഷത്തിന് മുന്നേ എൻ്റെ വയറ്റിൽ അന്ന് 3 മുഴകളായിരുന്നു. ഏറ്റവും വലിയ മുഴ 15 സെൻറ്റിമീറ്റർ നീളം, തൊട്ടടുത്ത് തന്നെ 2 മുഴകൾ വേറെയും ആ അളവിനോട് ചേർന്നിട്ട്, അങ്ങനെ 3 മുഴകൾ. കുടുംബത്തിലുള്ളത് ഞാനും എൻ്റെ 2 പെൺകുട്ടികളും മാത്രം. 5 പൈസ തന്ന് സഹായിക്കാൻ ഒരാളുമില്ല. 5 പൈസ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരാളുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ സമയത്തും ജോലിക്ക് പോകുന്നുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ദിവ്യഹൃദയ ചെന്നായിപ്പാറ മദർ തെരേസ ആ അമ്മ രൂപീകരിച്ചൊരു ആശ്രമമുണ്ട്. അവിടെയാണ് നമ്മുടെ നാട്ടിൽ ആകെ ഒരു കമ്പ്യൂട്ടർ ഉള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിനോടനുബന്ധിച്ചിട്ട് ഒരു ദിവസത്തെ വർക്കുണ്ട്, ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ അന്ന് അവിടെ ഡ്യൂട്ടി കിട്ടും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ ഈ MSW പഠിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ഒരു അരുൺ എന്ന് പറയുന്ന ഒരു മോനുണ്ട്. ആ കുട്ടിയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപേക്ഷകർ വരുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആളുകൾ ഈ പറഞ്ഞ മാതിരി അധികം അങ്ങോട്ട് വരുന്നില്ലല്ലോ, തിക്കും തിരക്കിനൊന്നും വരുന്നില്ല. അപൂർവമായിട്ട് ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിന് ഇടയ്ക്ക് സമയം കിട്ടി. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ സെൻറ്റർ ഇരിക്കുന്നത് വൃദ്ധരായ ആണുങ്ങൾ, അച്ഛന്മാർ ഉള്ള ആ വാർഡിലാണ്. അപ്പോൾ എൻ്റെ അയൽവാസിയായൊരു ചാക്കുടി ചേട്ടനും അവിടെ അന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കെ എന്നെക്കുറിച്ചൊക്കെ അമ്മോൻ ചോദിച്ചു. അമ്മോൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനൊരു ഗവൺമെൻറ് സ്റ്റാഫാണ്, ചേട്ടൻ പഠിക്കുമോ, ഇത് ജോലിക്കാണ്, അമ്മ സുഖമില്ല, വീട്ടിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മോനും പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഓപ്പറേഷൻ ഡേറ്റ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ മോൻ നമ്പർ തന്നിട്ട് പറഞ്ഞു, ആൻറ്റി അഡ്മിറ്റ് ആക്കി എന്നറിയുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് പോകാൻ നേരത്ത് 1000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തരണം. ഇത് ആൻറ്റി ഷാരുവിനും പാറുവിനും മിഠായി വാങ്ങിച്ച് പൊക്കോളൂട്ടോ എന്ന് പറഞ്ഞിട്ട്. പാറുവിൻ്റെ ഉണ്ണി. ഞാനത് സ്വീകരിച്ചു. വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പൈസയ്ക്ക് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി ഞാൻ പോന്നു. അപ്പോൾ ആ കൈപ്പറ്റുന്ന സമയം തൊട്ട് നമ്മളിങ്ങനെ ദൈവത്തിനെ വിളിക്കും, ആ മോന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അതെ, ഏതൊരു പാവങ്ങളുടെ കയ്യിലും അർഹതപ്പെട്ട ഒരു അസാധുവായ പാവപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരാൾ 5 പൈസ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിനെ ഒരു വിളിയുണ്ടാവും, ഈ തരുന്ന ആളെ കാത്തോളണേ എന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോന്നു. പിന്നെ ആശുപത്രി ഓട്ടം കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത്. അപ്പോൾ അവിടെ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ മോനെ വിളിച്ചു. മോനെ ഞാനിവിടെ അഡ്മിറ്റായി എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയും ആശ്രമത്തിലേക്ക് മക്കളെ വിടണ്ട, ബസ് ഇറങ്ങുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് അവരോട് വരാൻ പറഞ്ഞോളൂ, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിടും, കാരണം എനിക്ക് വേറെ നിർവാഹമില്ല. എനിക്ക് ആരും വേറെ ഒന്നും തരാനില്ല. തരാമെന്ന് പറയുന്ന ഒരു വഴി അടയ്ക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ മക്കളെ പറഞ്ഞയച്ചു. അവർ അവിടെ ചെന്നു. അപ്പോൾ ഈ അരുൺ എന്ന് പറഞ്ഞ മോൻ അവിടെ ബൈക്കിൽ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ചെന്നു കണ്ടു. എൻ്റെ മൂത്ത മോളുടെ കയ്യിൽ, ശാലിനിയുടെ കയ്യിൽ ഒരു പിടുത്തം നോട്ടുകൾ കൊടുത്തു. എൻ്റെ മോളിനോട് പറയണേ, അമ്മ അതിങ്ങനെ കയ്യിൽ കിട്ടിയ ആ സമയമുണ്ടല്ലോ, അയ്യോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായില്ല. അത്രയ്ക്കും നോട്ടുകളുണ്ടായിരുന്നു അത്. പക്ഷെ അവിടെ വെച്ചത് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങൾ കുറച്ചിങ്ങോട്ട് നടന്നു, ബസ് കയറാണ്ട് കുറച്ചിങ്ങോട്ട് നടന്നിട്ട് ചേച്ചി അനിയത്തെയും കൂടിയിട്ട് അത് എണ്ണി നോക്കിയപ്പോൾ 9,000 രൂപയുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും അത് തന്നെ മതി. അപ്പം അന്നത്തെ കാര്യം 9,000 രൂപ നമ്മുടെ കയ്യിൽ. പിന്നെ ഓപ്പറേഷൻ ചെയ്ത അതിൻ്റെ പിറ്റേ ദിവസം എന്നെ എൻ്റെ കൂട്ടുകാരി ജയ എന്ന് പറഞ്ഞ ടീച്ചർ വിളിച്ച് പറയണം, ഇവിടെ ഈ ശാലുവിന് 10,000 രൂപ സ്കോളർഷിപ്പ് പാസ്സായിട്ടുണ്ട് കേട്ടോ. അതെന്തോ ഒരു വകയിലുള്ളൊരു സ്കോളർഷിപ്പായിരുന്നു, എന്താണെന്ന് ഞാനിപ്പോൾ മറന്നുപോയി. അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വഴികളാണ് ഞാനീ പറയണത്. നമ്മൾ തീർത്തും നിരാശ്രയരായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും. അതാണ് ഇന്ന് ആ കൊച്ചു മോൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ അമ്മയ്ക്ക് വയറ്റിൽ മുഴകളായിട്ട് ഒരു വഴിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ദൈവദൂതനെ പോലെ അവിടെ എത്തുകയും അവർക്ക് ആ പൈസ കൊടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ജീവിത കഥ, ഞാൻ അനുഭവിച്ച കഥ ഓർത്തുപോയി. ഇന്ന് ആ മോൻ എവിടെയെങ്കിലും ഒരു വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നുണ്ടാവും. എൻ്റെ ഈ വീഡിയോ കാണാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം ഞാനൊരു ചെറിയ യൂട്യൂബറാണ്. പിന്നെ അദ്ദേഹം ഇത് കാണണമെന്നും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ. എങ്കിലും ഞാനിങ്ങനെ സ്മരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 വർഷം ആകുന്നു. അന്ന് എനിക്ക് ജോലിയിലിരിക്കുമ്പം ഏകദേശം ഒരു 7,000 രൂപ അടുത്തേ സാലറി ഉള്ളൂ. പക്ഷെ അത് അന്നൊരു വാടക കെട്ടിടത്തിലായിരുന്നു. വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും തികയില്ല. പിന്നെ അതല്ല, ഒറ്റ ഗഡുവായിട്ട് നമുക്ക് സാലറി കിട്ടുന്ന സാഹചര്യമല്ലല്ലോ. അത് അന്നും അല്ല ഇന്നും അല്ല. അപ്പോൾ ഈ പല ഗഡുക്കളായിട്ട് ഘട്ടങ്ങളായിട്ട് കിട്ടുമ്പോൾ നമുക്കൊന്നിനും തികയില്ല. പിന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും, വെള്ളം, കറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസകൾ മാറ്റി വയ്ക്കേണ്ട സാഹചര്യം വരുമ്പോൾ 7,000 രൂപയൊന്നുമല്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ലേഡിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 5 ലക്ഷം രൂപ ബോബി ചെമ്മണ്ണൂർ നൽകിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ സാഹചര്യത്തിൽ. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു വാർത്ത കണ്ടതാണ്. നമ്മുടെ മോളി കണ്ണമാലി എന്ന് പറയുന്ന ഒരു സിനിമ താരമുണ്ടല്ലോ, ചാളമേരി എന്ന പേരിലറിയപ്പെടുന്ന ആ ഒരു മാഡത്തിനും ഇദ്ദേഹം 5 ലക്ഷം രൂപ ഒരു വേദിയിൽ വെച്ച് നൽകിയിട്ടുണ്ടായി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ബോച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും വേറെ വീഡിയോ ഇട്ട് വരാം കേട്ടോ.